എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. കുറേ നാളുകൾ കൂടി ആണ് ഞാൻ ഈ ലോങ് വീഡിയോ ഇടുന്നത്. ചില പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ലോങ് വീഡിയോസ് ഇടാൻ പറ്റില്ലായിരുന്നു. എല്ലാം ഷോർട്സ് വീഡിയോ ആണ് ഇട്ടുകൊണ്ടിരുന്നത്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് കാഴ്ചകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തുടർന്നും എൻ്റെ വീഡിയോസ് കാണണം. കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ശ്രീലങ്കൻ എയർലൈൻസിലാണ് ഞങ്ങൾ പോയത്. 2ാം തവണയാണ് ശ്രീലങ്കയിലോട്ടുള്ള യാത്ര. ട്രിവാൻഡ്രം എയർപോർട്ടും ഈ ഫ്ലൈറ്റിനകത്തുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത് 10:20 രാവിലെ. 11:20 കൊളംബോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നു. തുടർന്ന് അവിടെ നിന്നും കാറിൽ യാത്ര പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഒരു 4 മണിക്കൂർ കൊളംബോയിൽ നിന്നും യാത്ര ചെയ്താണ് വാട്ടവള എന്ന് പറയുന്ന ഒരു ഹൈ റേഞ്ച് ഏരിയയിലാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു സുഹൃത്തും ബന്ധുവുമായ ഒരാളെ കാണാനാണ് ഞങ്ങൾ പോകുന്നത്. 10 ദിവസത്തെ യാത്രയായിരുന്നു. തിരിച്ച് ജനുവരി 1 ന്യൂ ഇയറിനാണ് മടങ്ങിയെത്തിയത്. ഈ വീഡിയോയിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തുടർന്നും വീഡിയോസ് കാണാൻ ശ്രമിക്കണം. മറക്കാതെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ.
ഈ അരുവി ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ വഴിയരികിൽ ഒരു ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിൽ കണ്ട കാഴ്ചയാണ്. നല്ല രസമായിരുന്നു ഈ വെള്ള ചാട്ടം പോലെ കുഞ്ഞ് സ്ട്രീമായിട്ട് ഒരുങ്ങുന്ന ഇത്. അപ്പോൾ ഒന്ന് എടുത്തതാണ്. ഹിൽ ഏരിയയിലോട്ടാണ്. അപ്പോൾ കയറ്റം കയറി മേളിലോട്ട് പോകുന്തോറും താഴെയുള്ള ചൂട് കുറഞ്ഞ് തണുപ്പ് തുടങ്ങും. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയും. ഈ മൂന്നാർ പോകുമ്പോലത്തെ ഒരു പ്രത്യേക ഒരു കാഴ്ചകളാണ്. കണ്ടോ, നിങ്ങൾ താഴെ കുഴിയായിട്ടുണ്ടെങ്കിൽ മേളിൽ വളഞ്ഞ് ഇനിയുള്ള എല്ലാം വളവുള്ള റോഡുകളാണ്. വളരെ കെയറായിട്ട് പോകേണ്ടതാണ്. അപ്പോൾ താഴെ നോക്കൂ, നല്ല മഞ്ഞ് മൂടിയ മലനിരകൾ. കാഴ്ചകൾ കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ഞാൻ ഈ സ്പീഡിൽ ഈ വീഡിയോ ഇട്ടിരിക്കണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരുപാട് ലോങ് ആയിപ്പോവും. അപ്പം നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിനാണ്, വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ സ്പീഡായിട്ട് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ക്ഷമിക്കുമല്ലോ. കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയിരുന്ന സമയം പോകണമെന്ന് അറിയത്തില്ല. തുടർന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. കൂടുതലും ഇവിടെ ട്രീ എസ്റ്റേറ്റാണ് ഉള്ളത്. ഒരുപാട് വൃക്ഷങ്ങളുടെ പ്ലാന്റേഷനൊക്കെ ഉണ്ട്. ഈ അവക്കാഡോയൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അവക്കാഡോ, സ്ട്രോബെറി, പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ ഹിൽ ഏരിയ ആയതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ കൂടുതലും മഞ്ഞും മഴയൊക്കെ ഉള്ള കാരണം കൂടുതൽ സ്ഥലങ്ങളിലേക്കൊന്നും യാത്ര ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇവിടെയൊന്നും ഒരു സ്ഥലത്ത് പോലും ഫാനൊന്നുമില്ല. അതാണ് അതിൽ എനിക്കൊരു അതിശയം തോന്നിയത്. നമ്മുടെ നാട്ടിലൊക്കെ ഓരോ വീട്ടിലായിരുന്നാലും ഹോട്ടലുകളായിരുന്നാലും ഫാനൊക്കെ കാണിക്കില്ലേ? ഫാനോ എ സിയോ ഒന്നുമില്ലാത്ത ഞാൻ ഇവിടെയാണ് താമസിച്ചത്. നല്ല ഒരു പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു ഇത്. ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു ഈ യാത്ര. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇവിടെ ഒരു ശിവക്ഷേത്രത്തിലാണ് വന്നത്. പക്ഷേ നമ്മൾ വന്ന സമയത്ത് ആ ക്ഷേത്രം തുറന്നിട്ടില്ലായിരുന്നു. ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ പോലെ എപ്പോഴും ക്ഷേത്രം തുറക്കൂല. എപ്പോഴാണ് തുറക്കുന്നതെന്നും അറിയില്ല. ഇത് ഹട്ടനിലെ ബുദ്ധാരാമ ടെമ്പിളാണ്. ഞങ്ങൾ ഡിസംബർ 31 രാത്രി 7 മണിക്കാണ് ഇതൊന്ന് വിസിറ്റ് ചെയ്തത്. അവിടുത്തെ കാഴ്ചകൾ മനോഹരമായിരുന്നു. ആ പ്രീസ്റ്റ് നമുക്ക് കയ്യിൽ കെട്ടാനുള്ള വെള്ള നൂല് തന്നായിരുന്നു. ഒരു ആചാരമാണ് അവിടുത്തെ. നല്ലൊരു ബുദ്ധ ടെമ്പിളായിരുന്നു അത്. ഇത് വാട്ടവിളയിലെ ഒരു സെമിത്തേരിയാണ്. എൻ്റെ കൂട്ടുകാരിയുടെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. മനസ്സിന് വളരെയധികം വേദന പടർത്തിയ നിമിഷങ്ങളായിരുന്നു ഇത്. ആ കൂട്ടുകാരിയെ ഒന്ന് സാമ്പ്രാണിയെല്ലാം കത്തിച്ച് പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങി. സെമിത്തേരിയിൽ ഇതുപോലെ അടക്കം ചെയ്തവരുടെ ഒരു സ്ഥാനമാണ് ഇത്. കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കൂടി കാണിക്കും. നമ്മുടെ നാട്ടിൽ നിന്നും ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു സെമിത്തേരിയാണ്. വളരെയധികം മനസ്സിന്
വിഷമം നൽകിയ നിമിഷങ്ങളായിരുന്നു ഇത്. തിരിച്ച് ട്രിവാൻഡ്രത്തേക്കുള്ള യാത്രയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.